രാഹുൽ വിഷയത്തിൽ ഇതാണ് ജനങ്ങളുടെ ബോധ്യം. എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെതിരെ നടപടിയെടുത്തതെന്നാണ് കേക്കച്ചൻ അന്ന് പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങൾ തിരമാല പോലെ ഇരച്ചു വന്നാലും എൻ്റെ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല എന്നും പറഞ്ഞു പിണറായി വിജയന് മൂന്നാമതും ഭരണത്തുടർച്ച ഉണ്ടാകുവാൻ സഖാവ് കേക്കച്ചൻ അക്ഷീണ പരിശ്രമം നടത്തുമ്പോൾ നമുക്ക് കേരളത്തിലെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ കാണാം. രാഹുൽ വിഷയത്തിൽ ജനങ്ങളുടെ പ്രതികരണം എന്താണെന്നറിയുവാൻ i2i ന്യൂസ് നടത്തിയ റാൻഡം സർവേയിൽ ജനങ്ങൾ രേഖപ്പെടുത്തിയ ആ പ്രതികരണങ്ങൾ കാണുക. i2i ന്യൂസ് മിഷൻ 60യുടെ 28ാം ദിനമായ ഇന്ന് ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയൊക്കെ വിഷയങ്ങൾ ഇപ്പം നടക്കുന്നുണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതിനകത്തുള്ള ഈ എന്ന് പറയാം മാങ്ങയുള്ള മാവിലല്ലേ എറിയത്തുള്ളൂ. അദ്ദേഹം വളരെ ഒരു ചെറുപ്പക്കാരനായ ഒരു പയ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ നിയമപരമായ നടപടി എടുക്കട്ടെ. അതിനകത്ത് ആർക്കും തടസ്സമില്ലല്ലോ. എല്ലാവരും ഏകകണ്ഠേന പറയുന്നത് നിയമപരമായ നടപടി എടുക്കട്ടെ. അതെടുക്കാതെ ചുമ്മാ ഈ മാധ്യമങ്ങൾ കൂടെയുള്ള ഒരു പ്രവർത്തനമൊന്നും ഒരിക്കലും കേരളത്തിന് അനുകൂലമാണ്. കാരണം വെച്ചാൽ ഇന്ന് ഞാൻ നാളെ നീയാണ്. നമ്മളെ കൈകൾ ശുദ്ധമായിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ മറ്റുള്ളവർ വിമർശിക്കാൻ കഴിയുള്ളൂ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്കറിയാം വിമർശിക്കുന്ന ആളുകളുടെ മറുവശത്തുള്ള ആളുകളുടെ ഇന്നത്തെ സാഹചര്യങ്ങൾ സമൂഹത്തിന് അറിയാമല്ലോ. വിമർശനം സത്യസന്ധമായിരിക്കണം. ഒരു ചെറുപ്പക്കാരൻ്റെ അവൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടെന്നോ അവൻ്റെ പേരിൽ നിയമപരമായ നടപടി എടുക്കുന്നതിന് പകരം മാധ്യമങ്ങൾക്കൂടെ ഉള്ള ഒരു പ്രവർത്തനം അത് ഒരിക്കലും നല്ലതല്ല. കാരണം വെച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും മറുവശമുണ്ട്. ഇല്ലേ അത് ആ ഒരു കാഴ്ചപ്പാടുള്ള തെറ്റാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കുറ്റം വന്നാലേ നമ്മുടെ പേരിൽ ഒരു ആരോപണം വന്നാൽ അദ്ദേഹം നിഷേധിക്കണം. അദ്ദേഹം നിഷേധിക്കാത്തത് കൊണ്ടാണ് പാർട്ടിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ ഒരു കുറ്റം ഇപ്പോൾ കോടതി പോലും ആദ്യം ചെയ്ത കൊലപാതകയെ പോലും കോടതി എന്താണ് ചോദിക്കുന്നത്, നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടോ? അപ്പോൾ നമ്മളെന്ത് പറയും? നമ്മൾ ചെയ്തിട്ടില്ല എന്ന്. സ്വാഭാവികം നിഷേധിക്കുക, അതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം. അവിടെയാണ് ഒരു ചെറിയൊരു ഡ്രോബാക്ക് വന്നത്. എന്തായാലും നിയമത്തിന് വഴിക്ക് പോട്ടെ, അതിനൊന്നും തടസ്സമൊന്നുമില്ല. അദ്ദേഹം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? തിരിച്ചു വരുന്നത് വെച്ചാൽ കുറ്റക്കാർ നിരപരാധി ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ആ ഒരു ആംഗിൾ, നിയമത്തിൻ്റെ ആംഗിൾ അങ്ങനെയാണല്ലോ. 1000 കുറ്റവാളികൾ സൃഷ്ടിച്ചാൽ നിരപരാധി സൃഷ്ടിക്കാൻ. അപ്പോൾ എന്താണെന്നുള്ള സത്യത്തിൽ പറഞ്ഞാൽ നമുക്കും ഒക്കെ അറിയാൻ വയ്യ. കാരണം ഇന്നത്തെ AI ഉള്ള സംവിധാനത്തിൽ വോയിസ് മെസ്സേജുകൾ ആളുകൾ എല്ലാം നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മൾ തന്നെ സംസാരിക്കുന്നത് തന്നെ അപ്പുറത്ത് മാറ്റി ചെയ്യാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും സത്യസന്ധമായിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് നമ്മളൊരു അന്വേഷണത്തിൻ്റെ ഫൈനൽ സ്റ്റേജിൽ അറിയാൻ പറ്റും. ഇതുവരെ ഒരു റിട്ടേൺ കംപ്ലയിൻറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതാണ് എല്ലാവരുടെയും ക്വസ്റ്റ്യനാണ്. എന്തോ ഒരാൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണം, അത് ഓക്കെ. പക്ഷേ ഒരു റിട്ടേൺ കംപ്ലയിൻറ്റ് ഇന്ത്യൻ ജുഡീഷ്യറി എന്താണ്? കംപ്ലയിൻറ്റ് ഷുഡ് ബി ലോഡ്ജ് ദ കോർട്ട് ജുഡീഷ്യറി. അത് ചെയ്തിട്ടില്ലല്ലോ. അതെ. പിന്നെ ഈ പരാതി ഉന്നയിച്ച പെൺകുട്ടി പോലും പരാതി ഇല്ല കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുന്നു. ഈ ഗർഭമുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ച് നടക്കുന്നത് എന്ത് മോശമാണത്? അത് ആരൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ നമുക്കറിയാമല്ലോ. എല്ലാവരുടെയും സദാചാരം നമുക്കറിയാമല്ലോ. ഈ എത്ര പറയുന്ന ആളുകളുടെയും സദാചാരം നമുക്കറിയാം. എല്ലാവർക്കും അവരുടെ ഡാർക്ക് സൈഡുണ്ട്. അപ്പോൾ അത് അന്വേഷിച്ച് നടന്ന അതേസമയം അപ്പുറത്തെ ക്ലിയർ കട്ട് എവിഡൻസ് വന്നു ഒരു MLA പേരിൽ അല്ലേ? ഒരു ക്ലിയർ കട്ട് എവിഡൻസ് വിത്ത് ക്ലിയർ എവിഡൻസ് വന്നല്ലോ. അതിനെപ്പറ്റി ഒരു സൈലൻ്റ് ആയിരിക്കുമ്പോഴത്തേക്ക് അപ്പോൾ ആളുകൾ അത്ര കേരളത്തിലെ ജനങ്ങൾ, വിദ്യാഭ്യാസമുള്ള കേരളത്തിലെ ജനങ്ങൾ അത്ര മണ്ടന്മാരാണ്. ശരിയാണ്. അത് ആ ഒരു ആംഗിളിലൊക്കെ ഒരുപാട് വിമർശനങ്ങളുണ്ട്. എന്തായാലും ലെറ്റസ് വെയിറ്റ് ആൻഡ് സീ. എൻ്റെ പേരൊന്ന് പറയാമോ? എൻ്റെ പേര് സതീഷ്. എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ഇല്ല, ഞാൻ ആലപ്പുഴയാണ്. എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷേ പുള്ളി ഒരു നല്ലൊരു മനുഷ്യനാണ്, പൊതുപ്രവർത്തകനാണ്. ഇപ്പം പുള്ളി ഒരു അപവാദത്തിൽ പെട്ടിരിക്കുന്നത്. അതിന് തെളിവ് വന്നിട്ടില്ല. പോലീസ് അന്വേഷണം നടക്കുന്നു. അതുവരെ പുള്ളി മാറി നിൽക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പുള്ളി പാലക്കാട് സജീവമാകണം, ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെല്ലണം. നല്ലൊരു യുവ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ കരിയർ കളയരുത്, ഒരു അഭിപ്രായം മാത്രമാണ്. അയാളെ കുടുക്കിയതെന്നാണ് എൻ്റെ മനസ്സ് പറയണത്. അയാളെ കുടുക്കിയതായിരിക്കാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇങ്ങനെ പോവുള്ളൂ. പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവൻ തന്നെ. ഈ കോൺഗ്രസിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റാണ്. എങ്ങനെയെന്നറിയാം, മറ്റവൻ നന്നാവാൻ പാടില്ല, യവൻ നന്നാവാൻ പാടില്ല. അപ്പം ഒരു കൂട്ടം പേര് യവനെ എങ്ങനെയെങ്കിലും താക്കും. അത് പാവപ്പെട്ട ഉമ്മൻചാണ്ടിയെ ആയിരിക്കാം. ഉമ്മൻചാണ്ടിയെ യവന്മാർ വില വെച്ചില്ലേ?
എന്ത് നല്ല മനുഷ്യനാണെന്നറിയാമോ? സത്യമായിട്ട് തന്നെ എന്ത് നല്ല മനുഷ്യനാണെന്നറിയാമോ ഉമ്മൻചാണ്ടി സാറ്? ഞാൻ വീട്ടിൽ പണി ചെയ്യാൻ പോയപ്പോൾ പോയ ആൾ, ജഗതിയിൽ പോയ ആൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എത്ര പേരുണ്ട്? ഞാൻ പറഞ്ഞു, ഞങ്ങൾ 3 പേരും, എന്നെയും കൂട്ടി 4 പേരുണ്ട്. നിങ്ങൾ ആരും ഇന്ന് വെളിയിൽ പോകരുത്, എല്ലാം ഊണ്. ജഗതിയിലൊരു വീടുണ്ട്, എല്ലാം ഇവിടെ തന്നെ. അത്ര നല്ല മനുഷ്യനാണ്. അതിന് ഉദാഹരണമല്ലേ അങ്ങനെ ബോഡി കൊണ്ടുപോയപ്പോൾ കണ്ടില്ലേ നമ്മൾ? അച്യുതാനന്ദൻ സാറ് എന്ത് നല്ല മനുഷ്യനാണെന്നറിയാമോ? ഇങ്ങനെയൊക്കെ നല്ല നല്ല വ്യക്തികളുണ്ട്. വന്നാൽ കൊള്ളാം, കുഴപ്പമില്ല, വരും, മിക്കവാറും വരാൻ സാധ്യതയുണ്ട്. അല്ല, പെണ്ണുങ്ങളാരും ഇവനെതിരായിട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ വരുമായിരിക്കും. പുള്ളിയായിട്ടാണല്ലോ ഇത് മാറി നിന്നത് തന്നെ. അപ്പോൾ പുള്ളിയുടെ ഇഷ്ടത്തിൽ വേണമെങ്കിൽ തിരിച്ചു വരാമല്ലോ. തിരിച്ചു വരണം നിങ്ങൾ പേഴ്സണലി ആഗ്രഹിക്കുന്നുണ്ടോ? ആ, പുള്ളിക്ക് എന്താന്ന് തോന്നുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യുന്നതല്ലേ നല്ലത്. നമ്മൾ പറയുന്നതല്ല. ഇപ്പോൾ യൂത്തിൽ അദ്ദേഹം ഇപ്പം ഷാഫി പറമ്പനും കോൺഗ്രസ്സിലപ്പോൾ അങ്ങോട്ട് നോക്കണമെങ്കിൽ ഇപ്പോൾ യൂത്തിലായിട്ട് ഇവർ 2 പേരും മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഇനി വരട്ടെ, ഇടത്തിലാണെങ്കിൽ വേറെ ആൾക്കാർ കുറേ യൂത്തിലായിട്ട് നല്ല ആൾക്കാരുണ്ട്. അപ്പം ഇവരും ഇനി അപ്പുറത്ത് നോക്കുമ്പോൾ 2 പേരും ഓപ്പോസിറ്റ് ഉണ്ടാവണമെന്നല്ലേ. ഇനി അദ്ദേഹം കുറേ ഇനിയും വരാൻ ഉണ്ടെന്ന് തോന്നുന്നു. വളരെ ദുഃഖം തന്നെ, വളരെ ദുഃഖം. വ്യക്തിപരമായിട്ട് അദ്ദേഹം തിരിച്ചെത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. തിരിച്ച് വരണം, തിരിച്ച് വീണ്ടും അവരെ ഭരണം വരണം. നമുക്ക് എല്ലാവർക്കും അനുകൂലമായിട്ട് എല്ലാ കാര്യവും ചെയ്യും വേണം. അതിന് വളരെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു അടുത്ത പയ്യനാണത്. അപ്പം തലമുറ വേണമല്ലോ. അപ്പം നല്ല ഭരണം വരണം, നല്ല പയ്യന്മാർ തന്നെ ഈ പയ്യൻ തന്നെ വരണം, എങ്കിലേ ഭരണം നല്ലതായിട്ട് പോവുള്ളൂ. 50% കള്ളമാണ്, ബാക്കി മാത്രമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിൽ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഒരു ചെറുപ്പക്കാരുടെ പയ്യനെക്കുറിച്ച് നമ്മളിങ്ങനെ പറയാൻ പാടില്ല. അതാണ് എൻ്റെ ഒരു ഇത്. പിന്നെ രാഷ്ട്രീയമാണ് ഈ കാണുന്ന എല്ലാം. അത് രാഷ്ട്രീയം പല രീതിയിലാണ് ഇപ്പോൾ. അതിനെ നമ്മൾ ഒരിക്കലും ആരോടും വ്യക്തിപരമായി പറയാൻ പാടില്ല. ഇതാണ് എൻ്റെ അഭിപ്രായം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.